എല്ലാവർക്കും രേണുസുധീൻ്റെ പേര് കൊണ്ട് നന്നാവണം. അവരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ മോശക്കാരിയാക്കിയാൽ മാത്രമേ എല്ലാവർക്കും നന്നാകാൻ കഴിയുള്ളൂ എന്നും എല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും അറിയാം മീൻ വിൽപ്പനയിലൂടെയും അതുപോലെ ബിഗ് ബോസിൽ 1 മണിക്കൂർ നിന്നതിൻ്റെ ഇതിലും ഒരു ഫേമസ് ആയ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ വന്നിട്ട് പിന്നെ നമ്മുടെ രേണുസുധി ബിഗ് ബോസിലുള്ളപ്പോൾ പറയുകയാണ്, ഏതോ ഒരു പയ്യനുമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അവിടെ വെച്ച് ഗർഭിണിയായിരുന്നു, ആ ഗർഭം പിന്നീട് അലസിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് ഈ പെണ്ണ് വന്നിട്ട് പറയുന്നത്. ഇത് കേട്ട കേരള ജനതകൾ മൊത്തം ഞെട്ടി. സുധി വരട്ടെ, രേണുസുധി വരട്ടെ, നിനക്ക് കാണിച്ചു തരാം, നീ ജയിലിലായിരിക്കുമെന്ന് ഒരു കൂട്ടർ പറഞ്ഞു, ആഹാ അവൾ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും, അവൾക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇവിടെ വീഡിയോ ചെയ്തു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഏതായാലും അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടിയുമായിട്ടാണ് രേണുസുധി വന്നത്. ഞാനൊരു സ്ത്രീയാണ്, ചിലപ്പോൾ ഗർഭം ഉണ്ടാകും, ചിലപ്പോൾ അത് ചെയ്യുകയും ചെയ്യും, ആർക്കാടാ നഷ്ടം, നിന്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചെയ്തോടാ എന്നുള്ള ഒരു മറുപടി രേണുസുധി കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, അതിനൊരു കയ്യടിയാണ്. കാരണം എന്താണെന്നറിയാം, ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മൾ നിയമ നടപടിയോ അല്ലെങ്കിൽ കേസുമായിട്ടൊന്നല്ല പോകേണ്ടത്. ആ ഉരുളക്കുപ്പേരി പോലെ അവൻ്റെയൊക്കെ കുടുംബത്തിൽ തട്ടുന്ന തരത്തിൽ ഒരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനില്ലേ വാ തുറക്കൂലെന്ന് എനിക്ക് പറയാനുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവരെന്തോ ഗർഭിണിയാവോ, ഇനി ചിത്രമാക്കുവോ, ഇനി അല്ല നശിപ്പിക്കോ, എന്തോ ചെയ്തോട്ടെ, ഇതൊക്കെ നോക്കാൻ ആരടേ? നമ്മൾ ആരാന്ന് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളാണോ അവരുടെ ജീവിതം തീരുമാനിക്കുന്നത്? കാര്യം ശരിയാന്ന് അവർക്കൊരു വീട് എങ്ങനെയോ കൊടുത്തുപോയി, അതുപോലെ ഒരു 10 സെന്റ് 5 സെന്റ് സ്ഥലവും കൊടുത്തു. ഇതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചൊൽപ്പടിക്ക് ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കോടെ? അത് നിങ്ങളൊന്ന് പറ അവിടുന്ന്. അതായത് ഞാൻ സ്ഥലം കൊടുത്തു വീട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ എല്ലാ പ്രാവശ്യം പോയിട്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയോ? ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളും നന്നാകുന്നത് മറ്റേ ആൾക്ക് കണ്ടുകൂടാ. അതായത് എപ്പോഴും എന്ന് പറഞ്ഞാൽ ആശ്രിതന്മാരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമാണ്. നമ്മൾ എപ്പോഴെങ്കിലും രക്ഷപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം വരും ഇതുപോലെയുള്ള ശത്രുക്കൾ. അതാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ രേണുസുധി എന്ന് പറയുന്ന ആ ഒരു വൻ വൃക്ഷമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഫൈറ്റ് ചെയ്തിട്ടായാലും അവരിപ്പോഴും ഇവിടെ എത്തിയില്ലേ. ഇപ്പം കാറ് വാങ്ങിച്ചു ഇന്നലെ, ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അടുത്ത കൊച്ചിയിൽ ഫ്ലാറ്റാണ് വാങ്ങിക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് കൊടുത്തോനും അതുപോലെ തന്നെ സ്ഥലം കൊടുത്തോനും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കുരുപൊട്ടലുണ്ടാകും. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വര അന്ന് കൊടുക്കണ്ടേനും, കൊടുത്തിട്ട് ഇപ്പം ആകെ ഫൗളായല്ലോ ഭഗവാനെ, ഇതാണെങ്കിൽ പൊന്തി പോവായിരുന്നു, ഞങ്ങളുടെ ഭാഗ്യം തെറ്റി ഈ പെണ്ണിനാണല്ലോ പോകുന്നതിൻ്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇവരിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ കൊടുത്ത വീട്ടിലിരുന്നിട്ട് ഇവള് നന്നാകുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വിഷമം നല്ല രീതിയിൽ ഇവർക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഗർഭിണിയാണ്, അബോർഷൻ ചെയ്തിന്, നശിപ്പിച്ചിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളാവാൻ നോക്കുന്നത്. കുറച്ചെങ്കിലും ഉളുപ്പും നാണവും മാനവും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുമാത്രമല്ല, കല്യാണം കൂടി കഴിക്കാത്ത ഒരു കൊച്ചാ വന്നിട്ട് ഇങ്ങനെ വലിയ വായിൽ വർത്താനം പറയുന്നത് വൈറലാകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെയൊന്നും അല്ല. അപ്പോൾ രേണുസുധിൻ്റെ വൈറലായിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം വൈറലാകാം. അതിനു വേണ്ടിയിട്ടുള്ള അവസാനത്തെ ഒരു അടവാണിതൊക്കെ, മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാതെ രേണുസുധി എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്താ? രേണുസുധി അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, നമുക്കെന്താ? നമ്മളാണോ രേണുസുധിയുടെ ഗാർഡിയൻ? രേണുസുധിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാർ വേറെ അല്ലേ? നമ്മൾ നാട്ടുകാരാണോ രേണുസുധി എങ്ങനെ ജീവിക്കണം, രേണുസുധി എവിടെയൊക്കെ പോകണം, രേണുസുധി ഏത് കാർ ഓടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന നാട്ടുകാരാണോ? ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞ് എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡിയനെ പോലെയാ. കല്യാണം കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ആരെയും നോക്കാൻ പാടില്ല, എപ്പോഴും സുധിയെ തന്നെ മനസ്സിൽ കൊണ്ടുപോയി നടക്കണം, അല്ലെങ്കിൽ സുധിയെ മറന്നൊന്നും ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരാൾ മരിച്ചു പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ രേണുസുധിക്ക് കിട്ടാനുള്ള തുകകൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിലും ഞെട്ടും. കാരണം എന്താ വെച്ചാൽ സുധീൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ രേണുവിന് വീണ്ടും പൈസയാവും. എന്നേരം നിങ്ങൾ എന്താ ചെയ്യുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്? അവരവരുടെ ജീവിതവുമായിട്ട് പൊയ്ക്കോട്ടെ, അവർക്ക് അവരെ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. അവരിപ്പോഴും എന്ന് പറയുന്ന പല ഡാൻസുകളിലും അഭിനയിക്കാറുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ഷോർട്ട് ഫിലിമുകളിലും അഭിനയിക്കാറുണ്ട്. ആ അഭിനയിച്ചതിനൊക്കെ നിങ്ങൾ കുറ്റം പറ. നിങ്ങൾ ഇത് അഭിനയിക്കുന്നത് ശരിയല്ല, ഇതിലും നല്ല വൃത്തിക്ക് ഞാൻ അഭിനയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ അഭിനയിക്കുന്നത്, ഇതൊരിക്കലും ശരിയാവില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ അബോർഷനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ എന്തൊരു ചീപ്പാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, എത്രമാത്രം വൃത്തികെട്ട ചിന്താഗതിയാണ് ഓരോ മനുഷ്യന്മാരുടേത്. അതായത് ഇതൊക്കെ അരച്ചു കലക്കി കുടിച്ചിട്ട് എങ്ങനെയാണോ ഇവനൊക്കെ ജീവിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. വൈറലാകാൻ വേണ്ടിയിട്ട് രേണുസുധി, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞ പോലെ, രേണുസുധിൻ്റെ വൈറലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വൈറലാകാം.
അതിനു വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു നാലാംകിട പരിപാടിയായിട്ട് മാത്രമേ എനിക്കിത് തോന്നിയിട്ടുള്ളൂ. പിന്നെ അസൂയ, മുഴുത്ത അസൂയാണ്. അതായത് ഇവരൊക്കെ കരുതിയെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ എവിടെയും പോകാൻ പാടില്ല, ലക്ഷ്മി നക്ഷത്രം കൊണ്ട് കൊടുക്കുന്ന എന്തെങ്കിലും ആഹാരം വാങ്ങിച്ച് കഴിച്ച് അവിടെ എവിടെയെങ്കിലും ചുരുണ്ടിരിക്കണം. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് സ്തുതി മരിച്ച ആ ദിവസം ഈ സ്ത്രീ പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അന്ന് ഓർത്തിന് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് വരത്തില്ല. പക്ഷേങ്കിൽ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് പിന്നീട് ഇവരൊരു ഭയങ്കരമായിട്ടുള്ളൊരു വരവായിരുന്നു. അതായത് അവരങ്ങനെ ഇരിക്കലാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ്. അതാണ് പറയുന്നത്. ആരെങ്കിലും ഒരാൾ നന്നാകുന്ന കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾ കുറേ സഹായം ചെയ്തതിൽ, എന്നിട്ടിപ്പോൾ അവരുടെ നടത്തം കാണുന്നില്ലേ. അല്ല, 2 ദിവസം മുമ്പ് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മക്കളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഇയാൾ സഹായം അഭ്യർത്ഥിക്കുന്നത്. അയാൾക്ക് കുറേ പൈസ വരുന്ന കുട്ടികളെ ചികിത്സ നടത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാൾ നല്ല അടിപൊളി ഒരു 10 ലക്ഷം റുപ്യേൻ്റെ ഒരു കാറ് വാങ്ങിച്ചു. ഈ കാറ് വാങ്ങിച്ചപ്പോൾ തുടങ്ങിയത് അവന് സൈബർ അറ്റാക്ക്. പക്ഷെ അവന് സൈബർ അറ്റാക്ക് ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ 10 ലക്ഷം രൂപ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവനെന്താ ചെയ്യേണ്ടത്? അവനത് നേരാന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് കൊടുക്കല്ലേ വേണ്ടത്? ഇവൻ അധ്വാനിച്ച പൈസയിൽ നിന്ന് ഇവനക്ക് എന്തു വേണമെങ്കിലും വാങ്ങിക്കാം. അതുപോലെയാണ് ഞാൻ പറയുന്നത്. രേണുസുതി എന്ന് പറയുന്നത് ആരെയും പിടിച്ചു പറിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് സഹായം വാങ്ങിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്തിട്ടല്ല അവർ കാറ് വാങ്ങിച്ചിരിക്കുന്നത്. അവർക്കൊന്നുമില്ലാത്ത സമയത്ത് അവരുടെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ അന്ന് ആ ചാനലുകാർ വന്നിട്ട് പറഞ്ഞു കൊല്ലത്തുതിക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി വന്നിട്ട് വീട് ഞങ്ങൾ വെച്ചു കൊടുക്കും എന്ന് തിലകം മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ, അതുപോലെ തന്നെ വേറെ ഒരാൾ വന്നിട്ട് സ്ഥലം ഞാൻ തരും, ഇതൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ അവർക്ക് തോന്നി ഉയ്യൻ്റെടാ കൊടുക്കണ്ടേനും. കാരണം തങ്കച്ചൻ്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യെടുക്കാൻ തോന്നൂല മോനെ, കൊടുക്കണ്ടേരുന്ന്. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലവേഴ്സ് ചാനൽ എടുത്തു കൊടുക്കാൻ പോയ വീട്ടിൽ എന്തിനാണോ ഇവർ കയറി ഇടപെട്ടത്? അതാണ്. ഇവർക്ക് അത്രയും പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്നിട്ട് ആ വീട് കൊടുത്തതോ ഫ്രീ അല്ലേ കൊടുക്കുന്നതെന്ന് കരുതിയിട്ട് എങ്ങനെയല്ലോ കൂടി പണി തീർത്തങ്ങ് കൊടുത്തു. അതിങ്ങനെ പറഞ്ഞപ്പോൾ അവർ ശത്രുവായി. ഉള്ള കാര്യം അതൊക്കെ നമ്മൾ വിമർശിച്ചിരുന്നു, ദാനം കിട്ടിയ പശുവല്ലേ എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന സൈബർ അറ്റാക്ക് കാണുമ്പോൾ ഇല്ലേ, ഇത് പറയാതിരിക്കാൻ കഴിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ പറഞ്ഞു പറയിക്കുകയാണ്. രേണുസുതി അങ്ങ് ഇല്ലാതാക്കും, മൂക്ക് കയറ്റി വെക്കും, ചെത്തിക്കളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമുകൾ അവരെന്ത് ചെയ്തോന്നാണ് നിങ്ങൾ പറയുന്നത്? അവരെന്താ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അതിന് വലുതോ എനിക്കോര് അന്നൊക്കെ നീയൊക്കെ എവിടെ ഇരുന്ന് കുത്തി കരയേണ്ടിയിരുന്നേ എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടറോ, മനസ്സിലാക്ക്. ഇനിയിപ്പോഴും ലാലേട്ടൻ്റെ നായികയായിട്ടാണ് വരാൻ പോകുന്നത്. അങ്ങനെയും കൂടി തീർന്നു നിങ്ങളെ അവസ്ഥ. ഇനിയിപ്പോൾ സിനിമയിൽ എന്ന് പറഞ്ഞാൽ പിടിച്ചാപ്പിടി കിട്ടൂല രേണുവിനാന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ചില കോപ്രായങ്ങൾക്കൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വിമർശിച്ചോ, അതൊന്നും ഒരു കുഴപ്പമില്ല. അവർ ചില ഡാൻസ് കളിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എന്താ പറയുക ഇതിനടുക്ക് പുലിത്തോലെല്ലാം കൊണ്ടിട്ടിട്ട് എന്തോന്ന് കളിക്കുന്നുണ്ടോ, അയ്യോ കരച്ചിൽ വരുന്നതൊക്കെ കാണുമ്പോൾ. അങ്ങനെയൊക്കെ എല്ലാവരും നിങ്ങൾ വിമർശിച്ചോ, കാരണം അതൊന്നും കൊള്ളത്തില്ല, എന്തോ നാട് ഇത് എന്നൊക്കെ പറയാം. പക്ഷേ ഈ അബോർഷൻ ഇങ്ങനെയുള്ള ചീപ്പ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് പറയുമ്പോഴില്ല, അത് ഒരു മാന്യന്മാർക്ക് ചേർന്നതല്ല അതെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് വളരെയധികം മോശം തന്നെയാണ്. ഏതായാലും ഇത് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവുമല്ലോ, ഒരു ഹൈപ്പ് ചെയ്ത ആളാ. ബൈ ബൈ.